ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയർ ATTIRE. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അതായത് നമുക്ക് വെഡ്ഡിങ് വർക്ക്സൊക്കെ കിട്ടുമ്പോൾ റെഡിമെയ്ഡ് പാർട്ടി വിയേഴ്സൊക്കെ എപ്പോഴും ലെങ്ത്ത് കൂടുതലും സൈസ് കൂടുതലൊക്കെ ആയിരിക്കും. അത് നമുക്കൊരു ബ്രൈഡിന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഓൾട്ടർ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാകില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഗൗണ് ഇതുപോലെ ഓൾട്ടർ ചെയ്ത് കൊടുത്ത് നീറ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ ബ്രൈഡിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും എടുത്ത് വയ്ക്കുക. ഇതിലാദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഡ്രസ്സിൽ ഓൾറെഡി എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. എത്ര ഇഞ്ചസ് ആണോ കൂടുതലുള്ളത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടുള്ളതാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. കാരണം 1 ഇഞ്ച് നമുക്ക് യോക്കും സ്കേർട്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള സീം അലവൻസ് ആയിട്ട് വേണം, അഥവാ തയ്യൽ തുമ്പായിട്ട് വേണം. എനിക്കിവിടെ 1 ഇഞ്ച് മാത്രം കുറച്ചാൽ മതി. അതായത് ബ്രൈഡിന് ആവശ്യമുള്ള ലെങ്ത്തിനേക്കാൾ 2 ഇഞ്ച് കൂടുതലാണ് ഈ ഒരു ഡ്രസ്സിനുള്ളത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. ബാക്കി 1 ഇഞ്ച് അരയിഞ്ച് വീതം തയ്യൽ തുമ്പായിട്ട് പൊക്കോളും. ഫുള്ള് 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇഞ്ച് നമുക്ക് ഇറക്കം കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഞാൻ യോക്കിൽ നിന്ന് ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. യോക്ക് കട്ട് ചെയ്ത് മാറ്റി. ഇനി ആ ഒരു 1 ഇഞ്ച് സ്കേർട്ട് ഭാഗത്ത് നിന്ന് നമുക്ക് സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ട് പോർഷനിൽ നിന്ന് ആ ഒരു 1 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ സ്കേർട്ടിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് വിടാതെയാണ് ഞാൻ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് പ്ലീറ്റ്സ് ഒന്നും ഇടേണ്ടി വരില്ല. ഇനി ലെങ്ത് ഇതിനേക്കാളും ഒക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സിൻ്റെ പുറമേ കൂടെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നീറ്റായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. പാർട്ടി വെയറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് താഴത്തുനിന്ന് ഒരിക്കലും കട്ട് ചെയ്ത് ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റില്ല. താഴത്ത് വലിയ ബോർഡേഴ്സോ വർക്ക്സൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു യോക്ക് പോർഷനിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് വേണ്ടാത്ത ആ ഒരു എക്സ്ട്രാ 1 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ 2 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. 1 ഇഞ്ച് ഇപ്പോൾ കളഞ്ഞു. ബാക്കി തയ്യൽ തുമ്പ് അര പ്ലസ് അര വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ലെങ്ത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് യോക്ക് കറക്റ്റാക്കണം. ഇതാണപ്പോൾ നമ്മുടെ യോക്ക് നമ്മൾ 1 ഇഞ്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ അവർ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്ലീവ് മാറ്റി. 1/4 കൈൻ്റെയൊക്കെ സ്ലീവാണ് ഈ ഒരു 3/4 സ്ലീവാണ് ഈ ഒരു ഗൗണിന് വരുന്നത്. സ്ലീവിൻ്റെ താഴ്ഭാഗം അവർ തന്നെ ഹെം ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വന്ന രീതിയിലാണ്. നമുക്ക് ജസ്റ്റ് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് സ്കേർട്ട് പോർഷൻ ഇവിടെയാണ്. നടുക്ക് മാത്രം പ്ലീറ്റ്സ് വരുന്ന രീതിയിലായിരുന്നു ഈ ഒരു ഗൗണ്. അംബ്രല ഗൗൺ ആണെങ്കിലും സെയിം രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് പിന്നൊക്കെ കുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 1 ഇഞ്ച് ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും കുറച്ച് സ്ഥലത്തേക്ക് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെയൊക്കെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ സ്കേർട്ട് പോർഷനിൽ അതൊന്നും കൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ ഫ്രണ്ട് ബാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് യോക്കിൻ്റെ ആ ഒരു ആം ഹോൾ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് നമ്മൾ കട്ട് ചെയ്യിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അഴിച്ചു വിടുക. അഴിക്കാൻ പറ്റാത്തത് മാത്രമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി അതിനുശേഷം നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്താണ് വന്നിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൽ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ആകുമ്പോൾ സ്ലീവ് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ വളരെ എക്സ്പേർട്ട് ആയവർക്ക് മാത്രം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് ഫിനിഷ് ചെയ്യാം. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഹാഫ് ഇഞ്ചസിലാണെങ്കിൽ ഹാഫ് ഇഞ്ചസിൽ തന്നെ ഉടനീളം സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തു. അതുപോലെ സ്ലീവിൽ 2 സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കാരണമാണ് ഞാനത് കാണിക്കാതിരുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് യോക്കിൻ്റെ താഴ്ഭാഗത്തെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടത്തെയും സ്റ്റിച്ച് ഇതുപോലെ വിടിപ്പിക്കാം. ഒരുപാട് വേണമെന്നില്ല, ഒരു 2 ഇഞ്ചോളം നമുക്ക് സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അതിന് ശേഷം ഈ സൈഡിൽ ഇൻവിസിബിൾ സിബ് ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് സ്ലീവിൻ്റെ അരികിൽ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് യോക്കിൻ്റെ പകുതി വരെ കൊണ്ട് നിർത്താൻ പോവുകയാണ്. കറക്റ്റ് ഓൾട്ടറിങ്ങും ഷേപ്പിങ്ങൊക്കെ നമ്മൾ സ്കേർട്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് സ്ലീവ് ഒന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് യോക്കിൻ്റെ പകുതി വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. യോക്കിൻ്റെ പകുതി വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. 2 ഭാഗത്തും 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് യോക്കും സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാം. സ്കേർട്ട് പോർഷൻ്റെയും നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അഴിക്കാൻ പറ്റാത്ത സ്റ്റിച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും വീതിയുള്ള സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ 2 അരികും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം സ്കേർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഫ്രണ്ടിലും ബാക്കിലും. ഇനി അതിന് ശേഷം യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും ഒരുമിച്ച് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. പ്ലീറ്റ്സ് തയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, ആദ്യം പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. യോക്കിലും നമ്മൾ ഒരേ അളവിൽ തയ്യൽ തുമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും തിരിച്ച് വെച്ച് നമുക്ക് അതർ സൈഡിലേക്കും കൂടെ സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ടിന് വീതി കൂടുതലാണെങ്കിൽ കാരണം കട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ സൈസിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു അലൈൻമെൻറ്റിന് പ്രശ്നമൊന്നും വരില്ല. നമ്മൾ സ്കേർട്ടും യോക്കും കൂടെ 2 സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു റീസ്റ്റിച്ചും കൂടെ കൊടുക്കുക. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങിയതുപോലെ തന്നെ നീറ്റായിട്ട് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ യോക്കിൻ്റെ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ചോക്ക് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം, കറക്റ്റ് സെൻറ്റർ ഭാഗം. അതിനുശേഷം ഇരുഭാഗങ്ങളിലേക്കും നമ്മുടെ ചെസ്റ്റ് റൗണ്ടും അതുപോലെ വേസ്റ്റ് റൗണ്ടും ഹിപ്പ് ലെങ്ത്ത് ഹിപ്പ് റൗണ്ട് എന്നിവ മാർക്ക് ചെയ്യുക.
ഹിപ്പ് റൗണ്ടിലാണ് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിലും നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണോ കറക്റ്റ് ആവശ്യമായിട്ടുള്ള ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ സ്ലീവിൽ നിന്ന് തുടങ്ങി ഹിപ്പ് റൗണ്ട് വരെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ വരച്ച് നിർത്തിയേക്കുന്ന ഭാഗത്ത് തന്നെ കെട്ടിട്ട് നിർത്തുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തു. ലൈനിങ് നമുക്കിനി ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ആയത് കാരണം ഒന്നും ചെയ്യേണ്ടതില്ല. ലൈനിങ് നമ്മൾ പതുക്കെ മുകളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല ഭാഗത്ത് നമ്മൾ ആ കുത്തി നിർത്തിയ ഭാഗത്തെ സ്റ്റിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതാ കണ്ടോ, അവിടെ നിന്ന് ജസ്റ്റ് തുടങ്ങി ആ സൈഡിലെ ഹെമ്മിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ കംപ്ലീറ്റ് ഓൾട്ടറിങ് കഴിഞ്ഞു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് നമുക്കിതുപോലെ ബ്രൈഡ്സിന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്